ചുറ്റി കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ട്രിവാൻഡ്രത്താണുള്ളത്. കുറച്ച് ദിവസം കൊണ്ട് നമ്മൾ ട്രിവാൻഡ്രത്താണ്. തിരുവനന്തപുരത്ത് പാപ്പാഞ്ചാണിയിൽ ഒരു ഹോട്ടലുണ്ട്, ജയന്റെ കടയെന്ന് പറഞ്ഞാൽ. അവിടെ എല്ലാവർക്കും അറിയാം. അവിടെ നല്ല നാടൻ കോഴിപ്പരട്ടും കപ്പയും അപ്പം ഒക്കെ കിട്ടും. നമ്മൾ അവിടെയും പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ തിരുവനന്തപുരത്ത് അത്ര ആൾക്കാർക്കൊന്നും അറിയാത്ത ജഡ്ജിക്കുന്ന് എന്നാണ് പേര്, അവിടെയും പോകുന്നുണ്ട്. അവിടെ നല്ല വ്യൂ പോയിന്റ് ആണ്. 180 ഡിഗ്രി ഫുൾ തിരുവനന്തപുരം കാണാൻ പറ്റും. അങ്ങോട്ട് നമ്മൾ പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് പോകാം. ഇത് കോവളം ബൈപ്പാസ് ആണ്. ഈ തിരുവല്ലം ബ്രിഡ്ജ് കഴിഞ്ഞാൽ ഇടത്തോട്ട് പോകുമ്പോഴാണ് നമ്മുടെ ചേട്ടൻ്റെ കട. ഇടത് സൈഡിൽ കാണുന്നതാണ് പരശുരാമസ്വാമി ടെമ്പിൾ. ബലിയിടാൻ വരുന്നവർക്കൊക്കെ അറിയായിരിക്കും. കറിവെപ്പൊക്കെ തുടങ്ങിയോ? നമ്മൾ നേരത്തെ എത്തി. അപ്പൊ നമുക്ക് കറിവെപ്പ് കാണാം, നോക്കാം എങ്ങനെയൊക്കെയാണ്. ഏറ്റവും കറക്റ്റ് നല്ലത്. മറ്റേ പാക്കറ്റ് എന്ന് പറഞ്ഞാൽ മായോ അതുപോലെ കൂട്ടലിട്ട ചേരയും. അതുകൊണ്ടാണ് ഈ പൊടി നമ്മളിങ്ങനെ ഇടിച്ച് ചേർക്കുന്നത്. ഇത് പൊടിക്കാൻ കൂടെ സമയം എടുക്കും. അപ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ വ്യൂ പോയിന്റ് പോയി കണ്ടിട്ട് വരാം. തിരുവല്ലം കൈമനാൻ റോഡിലാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുന്ന് വലത്തോട്ട് പോയി കഴിഞ്ഞാൽ റെഡ് കാർ വരുന്ന സ്ഥലം കണ്ടോ, അവിടുന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് വ്യൂ പോയിന്റ് അടുത്തോട്ട് പോവാം.
റോഡൊക്കെ മൊത്തം കുഴിയാണ്, അതുകൊണ്ട് ക്യാമറയൊക്കെ നല്ലോണം ഷേക്ക് ആവുന്നുണ്ട്. കുഴിയൊക്കെ ഉണ്ടെങ്കിലും കാറൊക്കെ കയറി പോകുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. തിരുവനന്തപുരത്തിന്റെ വ്യൂ ഒക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. നല്ല രസമാണ് കാണാൻ. മുകളിൽ ചെന്ന ഇതിൽ നല്ല വ്യൂ ആയിരിക്കും. ഇപ്പൊ തന്നെ കുറച്ച് വ്യൂ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് മുകളിൽ ചെന്നിട്ട് നോക്കാം. ഇപ്പൊ നല്ല ഹൈറ്റിലാണ്, അതുകൊണ്ട് നല്ല കാറ്റ് വീശുന്നുണ്ട്. ഈ സ്ഥലത്തിന്റെ പേര് നിങ്ങൾ ആരും മറക്കണ്ട, ജഡ്ജിക്കുന്നാണ്. ഇവിടെ വരുന്നവര് എന്തായാലും വന്നിട്ട് പോണം. ഇവിടെ നോക്കിയ നല്ല വ്യൂ ആണ്. ക്യാമറയിലൊക്കെ കുറച്ച് ബ്ലറായിട്ടാണ് കാണുന്നത്, അപ്പൊ നിങ്ങൾക്ക് ഇവിടെ വന്നാലേ അതിന്റെ ഒരു സുഖം മനസ്സിലാവും. ആ തെങ്ങൊക്കെ തന്നെ ഭയങ്കര കുഞ്ഞായിട്ടാണ് കാണുന്നത്. നല്ല രസമാണ് ഇവിടെ നിൽക്കാൻ കുറച്ചു നേരം. ഞാൻ പറഞ്ഞ സ്ഥലം ഇതാണ്. തിരുവനന്തപുരത്ത് അങ്ങനെ ആർക്കും അറിയാത്ത ഒരു വ്യൂ പോയിന്റ് ആണ്. ഇവിടെ നോക്കിയാൽ നമുക്ക് കോവളം കാണാം, തിരുവല്ല ആറ് കാണാം, എയർപോർട്ട് കാണാം, ഭീമപ്പള്ളി കാണാം, അങ്ങനെ കുറെ സ്ഥലം കാണാം. 180 ഡിഗ്രി തിരുവനന്തപുരമാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നത്. ഒരു പനോരമിക് വ്യൂ ആണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. നമ്മുടെ മുളകൊക്കെ പൊടിച്ച് ചിക്കനൊക്കെ നല്ലോണം ഇതൊക്കെ ആക്കി മസാലയൊക്കെ തേച്ച് ചേർക്കാൻ വേണ്ടി റെഡി ആയിരിക്കുമായിരിക്കും. നമുക്കിനി അങ്ങോട്ട് പോകാം. ഹോട്ടലിലോട്ട് തിരിച്ചു വന്നു. ചേട്ടൻ ഇവിടെ ഇത് മാഗ്നേറ്റ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. മുളക് പൊടിയുണ്ട്, മുളക് പൊടിയുടെ പൊടിച്ചാണ്, പിന്നെ മല്ലിപ്പൊടിയുണ്ട്, മഞ്ഞപ്പൊടിയുണ്ട്, ഉപ്പുണ്ട്. ചേട്ടൻ ഇത് മാഗ്നേറ്റ് ചെയ്യാൻ പോവാണ്.
അടുത്തത് മസാല. മസാലയാണ് ഇടുന്നത്. മസാല ഇവിടെ തന്നെ പൊടിച്ചതാണ്. ഇത് നല്ലോണം മിക്സ് ചെയ്യണം. നല്ലോണം മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം വെക്കണം. നമുക്കിനി ഒരു അരമണിക്കൂർ മസാല പിടിക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. അരമണിക്കൂർ കഴിഞ്ഞു. നമ്മളിനി കുക്ക് ചെയ്യാൻ പോവാണ്. ഇവിടെ തന്നെ മുളകും മസാലയൊക്കെ പൊടിച്ചെടുക്കുന്നുണ്ട്. എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ ചേട്ടാ? പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഈ ഫുഡ് കഴിക്കുന്ന ഒരാള് ഇവിടെ വന്ന് ഫുഡ് കഴിക്കണം. ഫുഡിന്റെ ക്വാളിറ്റി. ചിക്കൻ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ അപ്പുറത്ത് അപ്പവും പുട്ടും കപ്പയും ഒക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഹാഫ് വെന്തപ്പോഴത്തേക്കും ചേട്ടൻ ഇതിനകത്ത് കുറച്ച് മസാല ഉപ്പും ഒക്കെ ആഡ് ചെയ്യുകയാണ്. നല്ല ആവി വരുന്നുണ്ട്, നല്ല മണം വരുന്നുണ്ട്. ഒരു രക്ഷയില്ലാത്ത കറിയായിരിക്കും. കറി റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്കിനി ടേബിളിൽ കാണാം.
കാന്താരിയുടെ ചമ്മന്തിയാണ്. നല്ല എരിയാന്ന് തോന്നുന്നു. എന്തായാലും കുറച്ച് എടുക്കണം. ഇവിടെ പുട്ട്, കപ്പ, ചിക്കൻ പെരട്ട്, പപ്പടം, കാന്താരി ചമ്മന്തി അങ്ങനെ കുറേ ഉണ്ട്. ഇതൊക്കെ നമുക്കിനി ടേസ്റ്റ് ചെയ്തിട്ട് ബാക്കി പറയാം. ചെറിയ കടയായിരുന്നെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരുന്നു ഫുഡിന്. പാപ്പാഞ്ചാണി വന്ന് ജയൻചേട്ടൻ്റെ കട വെച്ച് എല്ലാവർക്കും അറിയാം. നിങ്ങൾ ഇവിടെ വരുവാണെങ്കിൽ മസ്റ്റ് ട്രൈ ആണ്. നല്ല ടേസ്റ്റ് ആണ്. അടുത്ത ആഴ്ച മറ്റൊരു എപ്പിസോഡായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. മിസ് ചെയ്തേക്കൽ എല്ലാ വീഡിയോസും കാണണം. സബ്സ്ക്രൈബും ചെയ്യണം, ഷെയറും ചെയ്യണം, ലൈക്കും ചെയ്യണം.